തലസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ ASFന്റെ മാർച്ചാണ്. മാർച്ചിൽ ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത്? അല്പം മുമ്പാണ് AAFന്റെ നിയമസഭാ മാർച്ച് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തള്ളി മാറ്റി നിയമസഭയുടെ ഭാഗത്തേക്ക് പോകാനുള്ള നടത്തി. ആ പോലീസ് ജലപീരങ്കി ഇപ്പോൾ ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ മുകളിലേക്ക് കയറിക്കൊണ്ട് ഇരിക്കുകയാണ്. സ്വകാര്യ സർവകലാശാല ബില്ലിനെതിരെയാണ് ഇന്ന് ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിനെതിരെയാണ് ASFന്റെ പ്രതിഷേധം. ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം, സംസ്ഥാന സർക്കാരിലെ രണ്ടാമത്തെ പാർട്ടിയായ CPIയുടെ വിദ്യാർത്ഥി സംഘടന തന്നെ ആ സർക്കാർ സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുന്ന ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ദിവസം സംഘടനകൾ നടത്തുന്നത് പോലുള്ള അതാണ് സർവകലാശാല നിയമ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ASFന്റെ മാർച്ച്. സർവകലാശാലകളുടെ സ്വയംഭരണാധികാരത്തെ തകർക്കുന്ന ബിൽ എന്നുള്ള പ്രതിഷേധം അത് പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത് ASFും ഏറ്റെടുത്തിരിക്കുന്നു. ഫീസ് സർവകലാശാലകൾക്ക് നിശ്ചയിക്കാമെന്ന തരത്തിൽ ആ നിയമം മാറുന്നതിനെതിരെയാണ് വലിയ പ്രതിഷേധമുയരുന്നത്. അത് നടപ്പാക്കിയ സംസ്ഥാനങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ സഭയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു. സർവകലാശാലകൾ, അതായത് സ്വകാര്യ സർവകലാശാലകളെ സഹായിക്കുന്ന ഈ തീരുമാനം വരുമ്പോൾ പൊതു സർവകലാശാലകൾ തകർക്കപ്പെടും എന്നുള്ള വിഷയമാണ് ഉന്നയിക്കപ്പെടുന്നത്. അതിലാണ് ഇപ്പോൾ ASFന്റെ മാർച്ച് നടക്കുന്നത്.